ഡോക്ടർ രതീഷ് കള്ളിയാടൻ. അദ്ദേഹം ഷീ വർക്ക് സ്പേസിൻ്റെ പ്രാധാന്യം എന്താണ്, ഷീ വർക്ക് സ്പേസ് എന്നും ഷീ വർക്ക് സ്പേസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരണം നൽകുന്നത്. അദ്ദേഹം ഓൺലൈനായിട്ടാണ് വന്നിട്ടുള്ളത്. സർ ഓപ്പൺ സ്കൂളിൻ്റെ ED ആണ്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഈ ആശയം തുടക്കത്തിൽ മുതൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറുകയും ആദ്യം മുതൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൂടെ നിൽക്കുകയും ഒന്നിച്ച് നിന്ന് പല തിരക്കുകൾ ഉണ്ടെങ്കിൽ കൂടെ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ സെഷനിൽ ഡോക്ടർ രാജേഷ് RV, അദ്ദേഹം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കിലയിലെ റിസർച്ച് അസോസിയേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഹൈസ്കൂൾ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. ഡോക്ടർ രാജേഷിനെ കൂടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഷീ വർക്ക് സ്പേസ് എന്നൊരു ആശയവും അത് ഇതുവരെ എത്തിയ ഒരു ചെറിയ നാൾ വഴി അത് ആൾറെഡി മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളെ കൂടെയുള്ളവർ തന്നെ, അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡൻറ്റ് തന്നെ, അല്ലെങ്കിൽ BDO തന്നെ അത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, അതായത് ഈ ഒരു ഷീ വർക്ക് സ്പേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തിനു വേണ്ടി വന്നു, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അത് ഏതൊക്കെ രീതിയിലാണ് സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടാവുക, ഇങ്ങനെയുള്ള ആശയങ്ങളെ മുൻനിർത്തിയായിരിക്കും നമ്മൾ ഈ സെഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുവരെ നടന്ന ചർച്ചയിൽ ഇതിൻ്റെ പ്രാധാന്യവും ഇതൊരു കമ്മ്യൂണിറ്റിയിൽ വന്നാൽ അവിടെ ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുമാണൊക്കെ പറഞ്ഞത്. അപ്പം നമ്മൾ ഇത് ആദ്യം വിഷ്വലൈസ് ചെയ്യുമ്പോൾ പ്രാദേശിക സർക്കാരുകൾ എങ്ങനെ പ്രവർത്തിക്കണം, ആ ഒരു ആശയം തന്നെയാണ് ഇതിൻ്റെ ഇനീഷ്യൽ ഡിസ്കഷനിൽ വന്നത്. അപ്പോൾ പ്രാദേശിക സർക്കാരുകൾ വർഷാവർഷം ചെയ്യുന്ന പദ്ധതികൾ, ആ പദ്ധതികളിൽ എത്രത്തോളം നമുക്ക് മാറി ചിന്തിക്കാം, ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുകയും അത് വളരെ ഇൻഫോർമലായിട്ടൊരു ഡിസ്കഷനാണ് നടന്നത്. ആ ഡിസ്കഷനിലൂടെ ആണ് ഇത്തരമൊരു ആശയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിൽ ഓരോ വർഷവും നമുക്ക് പദ്ധതികൾ ഉണ്ടാകുന്നുണ്ട്. ആ പദ്ധതികൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റഷ് ടു ഫിനിഷ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് തീർക്കുന്നു, ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തീർക്കുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ പാറ്റേൺ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിന് പല രീതിയിലും ഇടപെട്ടുകൊണ്ട്, സംസ്ഥാന തലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ പെർസെൻറ്റേജിൽ വ്യത്യാസങ്ങളും വരുത്താൻ പറ്റിയിട്ടുണ്ട്, ഏതാ എക്സ്പെൻഡിച്ചർ പാറ്റേണിൽ. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തിയുടെ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇതിനെ കാണുമ്പോൾ ഒരു മൾട്ടി ഇയർ പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്തത്. അതായത് സാധാരണഗതിയിൽ ഒരു വർഷം കൊണ്ട് പറയുന്ന ഒരു പ്രോജക്റ്റിനെ അതൊരു മൾട്ടി ഇയർ പ്രോജക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു ബ്ലോക്കിന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ഇവിടെയാണ് പലതരത്തിലുള്ള ഡിസ്കഷൻ വരും, പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് നടക്കുമോ നടക്കില്ലയോ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഡയലോഗ്സ് ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം നമുക്ക് സപ്പോർട്ടായി നിന്നത് അവിടുത്തെ ഭരണസമിതിയാണ്. നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പദ്ധതിയുടെ ഒരു തുടക്കം വരികയും അതിനുശേഷം എടുത്ത എഫർട്ടുകൾ ചിലപ്പോൾ ഇത്ര സമയം കൊണ്ട് ഇവിടെ ആരും പറഞ്ഞില്ല, അത് പറഞ്ഞാൽ തീരത്തുമില്ല. അത്രയും അതിൻ്റെ ഓരോ പ്രോസസ്സിലും ഇടപെട്ടിട്ടുണ്ട്, ഓരോ വ്യക്തികൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളിവിടെ ഡെലിവറി ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു എക്സ്പെൻഡിച്ചർ പാറ്റേൺ അടിസ്ഥാനപരമായി കണ്ടുകൊണ്ട് ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഒരു മൾട്ടി ഇയർ പ്രോജക്റ്റ് എങ്ങനെ എടുക്കാം, അടുത്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു കോൺസെപ്റ്റാണ് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കൺവെർജൻസ് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ഡയമെൻഷൻ നമ്മുടെ ഡിസ്കഷനിടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ പദ്ധതി എടുത്ത് നിങ്ങൾ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലോ ഉള്ള പദ്ധതികൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ തന്നെ ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിന്നു പോയിട്ടുണ്ടാവും. ഈവൻ ഇഫ് ഈ ഷീ വർക്ക്സ് പോലെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് വർക്കുകൾ തന്നെ അതുപോലത്തെ പല വർക്കുകളും എവിടെ നടന്നിട്ടുണ്ട്, തദ്ദേശ സ്ഥാപനത്തിൽ കേരളത്തിൽ പലയിടത്തും നടന്നിട്ടുണ്ട്. അതുവരെ
എന്താ പറയുക, ഫങ്ഷനിങ് ആവാതെ കിടക്കുന്ന ബിൽഡിംഗ് ഉണ്ട്. അതായത് നമ്മൾ പറയും ഭാർഗവി നിലയം പോലെ കിടക്കുന്ന ബിൽഡിങ്ങുകളുണ്ട്. അങ്ങനെയുള്ള ഡിസ്കഷനും നമ്മളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും അങ്ങനെ ആയി തീരുമോ? അപ്പോൾ ഇതെല്ലാ ചിന്തകളിലും നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ആശയം എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ആശയം എടുത്ത് ഈ ഒരു 1.5 ഇയർ അല്ലെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് അതിൻ്റെ ഒരു ഇനിഷ്യൽ ഫേസിൽ നമ്മൾ നിൽക്കുന്നു. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. അത് എളുപ്പവുമല്ല. അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്നാണ് എൻ്റെയും ഒരു ധാരണ. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? അപ്പോൾ അവിടെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു ഇച്ഛാശക്തി ആരെടുക്കണം? അപ്പോൾ ആ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ക്രക്സ്, ഇത്തരം ആക്ടിവിറ്റികൾക്ക് വേണ്ട ഒരു ക്രക്സ് ആരാണ് ഏറ്റെടുക്കേണ്ടത്? അപ്പോൾ അവിടെയാണ് ബ്ലോക്ക് വരികയും ആ ബ്ലോക്കിൻ്റെ ഭരണത്തിലിരിക്കുന്നവർ അല്ലെങ്കിൽ ബി ഡി ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും സപ്പോർട്ടോടുകൂടി ഈ ഒരു ആശയം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് പോകുമ്പോൾ അടുത്ത് നമ്മൾ ഇനി എന്താണ് വിഭാവന ചെയ്യുന്നത്? അപ്പോൾ പ്രാദേശികമായി ചെറുതും വലുതുമായ ആശയങ്ങളും വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാനുള്ള താല്പര്യവുമുള്ള ആളുകളെ എങ്ങനെയാണ് ഇതിൽ കൂട്ടിയോജിപ്പിക്കാൻ പറ്റുക? ഇതായിരുന്നു അടുത്തൊരു തോട്ട് പ്രോസസ്സ്. അപ്പോൾ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിനു വേണ്ടി മൾട്ടി ഫേസഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹൈബ്രിഡ് മോഡിലുള്ള ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്ത് നടത്തുക എന്നുള്ള ഒരു ആശയമായിരിക്കും നല്ലത് എന്ന് നമ്മൾ ഈ ഡിസ്കഷനിൽ വന്ന കാര്യമാണ്. ഇതൊന്നും ഒരാളിൻ്റെ ആശയമല്ല. അങ്ങനെ ഇന്നിവിടെ ഉച്ചയ്ക്ക് മുന്നേ വന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായി അതിൻ്റെ കോൺസെപ്റ്റിൽ പറഞ്ഞ് പോയിട്ടുണ്ട്. അതിൻ്റെ DPRൽ തന്നെ പറയുന്നുണ്ട്. എല്ലാം ആ പറയുന്ന ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന വിഭാഗത്തിലുള്ള എല്ലാവരെയും എങ്ങനെയാണ് ഈ ഒരു കൊടക്കയിൽ കൊണ്ടുവരാൻ പറ്റുക? അപ്പോൾ ആശയത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു വലിപ്പം, അതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഈ വേദികൾ നമ്മൾ അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സംശയങ്ങളുണ്ടാകും, അതിന് റെക്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനെ ഏറ്റെടുത്ത് പോകുമ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള വേണ്ട ഒരു ഘടകം എന്താണ്? അതിൻ്റെ ഫിനാൻസാണ്. അപ്പോൾ ആ ഫിനാൻഷ്യൽ മാറ്റർ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇടിച്ചു നിൽക്കുക, മുന്നോട്ട് പോകില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നല്ല, ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക? അപ്പോൾ അവിടെയാണ് അൾട്ടിമേറ്റ്ലി പല ഫണ്ടിങ് ഇതും പോയിട്ട് നബാർഡിൻ്റെ ഒരു ഫണ്ടിൽ നമ്മൾ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ഇതിനിടയിൽ ജസ്റ്റ് വീഡിയോ സൂചിപ്പിക്കും, അജയ് സൂചിപ്പിക്കും എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ഒരു വികസന പ്രവർത്തനം എത്രത്തോളം കണ്ടിന്യൂസ് ആകണം എന്നുള്ള ഒരു ആശയമാണ് നമ്മുടെ ഇതിൻ്റെ ഇനിഷ്യൽ ഡിസ്കഷനിലും നമ്മൾ ഏറ്റെടുത്ത ഓരോ പ്രവൃത്തികളിലും നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ടതാണ് വികസനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് അത് സസ്റ്റൈനബിളും ആകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ആശയം വീണ്ടും കുറച്ചും കൂടെ വിപുലപ്പെടുത്തുന്നത്. അവിടെയാണ് ഈ ഒരു കോൺസെപ്റ്റ്, ഷീ വർക്സ് സ്പേസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് UN തലത്തിൽ തന്നെ ആൾറെഡി പല രീതി ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സക്സസ് എന്താണ്, അതെങ്ങനെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്, അതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് സാറ് സൂചിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ആമുഖം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. അതിനുശേഷം രതീഷ് മാഷ് പറഞ്ഞതിന് ശേഷം ഇൻ ബിറ്റ്വീൻ നമ്മളൊരു കോൺവെർസേഷൻ മോഡിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 1 വേ ആയിട്ടുള്ള ഒരു ടോക്ക് വേണ്ട, ഇൻ ബിറ്റ്വീൻ ഒരു കോൺവെർസേഷൻ മോഡിൽ നമുക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഇത് ഇത്രയുമാണ് ഒരു ഇനിഷ്യൽ തോട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാം മനസ്സിൽ വന്നത്. അപ്പോൾ അതിനെ പ്രാവർത്തികമാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ സക്സസ് ആണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, ഇതിനെ ഡെസിമിനേറ്റ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെ കൃത്യമായി ഡെസിമിനേറ്റ് ചെയ്ത് കൊടുക്കുക. അവരിത് അറിയണം, എന്തൊക്കെയാണ് ഇത് നമ്മൾ വിഭാവന ചെയ്യുന്നത്, നടക്കുമോ? അപ്പം നിങ്ങളുടെ ഗ്രൗണ്ട് ലെവലിലുള്ള ആളുകളുടെ അഭിപ്രായം നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ആശയത്തെ കൂടെ എടുത്തുകൊണ്ട് വേണം ഇനി ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റേജിൽ നമുക്ക് പ്ലാനിങ് നടത്താൻ. അപ്പോൾ വീണ്ടും അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, തുടർ പ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് അതിൻ്റെ ഫങ്ഷനിങ് സ്മൂത്ത് ആവുക.
അല്ലാതെ നമ്മൾ സോക്കാൾഡ് ആ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫങ്ഷനിങ് സ്മൂത്ത് ആവില്ല. അപ്പോൾ അതിൻ്റെ ഫങ്ഷനിങ് സ്മൂത്ത് ആവാൻ വേണ്ടി ഇതിനൊരു ഓട്ടോണമസ് നേച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇതിൻ്റെ ബൈലോയിൽ നമ്മൾ വിഭാവന ചെയ്തിട്ടുണ്ട്. അതായിട്ടില്ല, അതിനെ വിഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു പദ്ധതി ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ ബ്ലോക്ക് തലത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്? പഞ്ചായത്തുകളുണ്ട്, 6-7 പഞ്ചായത്ത്, 7 പഞ്ചായത്തുണ്ട്. ദെൻ ജില്ലാ പഞ്ചായത്ത് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ പ്ലാനിംഗ് ബോർഡിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിൽ LSCയുടെ കാര്യം പറയേണ്ട കാര്യമില്ല, ത്രൂ ഔട്ട് പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് കില ഇതിലൊരു പ്രോമിനൻ്റ് ആയിട്ട് വരികയും ഇത്തരത്തിലൊരു ഡെസിമിനേഷൻ പ്രോസസ്സിൽ, കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോസസ്സിൽ കില ആ റോൾ ഏറ്റെടുക്കുകയും അതിവിടെ ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിഭാവന ചെയ്ത ആശയങ്ങളെ നടപ്പിൽ വരുത്താൻ വേണ്ടി ചെയ്ത പ്രവൃത്തികളാണ്. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞ് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. തുടർന്ന് രതീഷ് മാഷ്. ഓക്കെ, അപ്പോൾ ഈ ഷീ വർക്ക് സ്പേസ് എന്ന ആശയം എങ്ങനെ രൂപം കൊണ്ടു എന്നതിനെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളൊരു ചരിത്രം എഴുതുകയാണ്. അത് കേരളത്തിൻ്റെ കൊടകരയുടെ ചരിത്ര പുസ്തകത്തിൽ എക്കാലവും ഓർമ്മിക്കാവുന്ന ഒരു ചരിത്രമാണ്. അത് തൃശ്ശൂർ ജില്ലയുടെ ചരിത്ര പുസ്തകത്തിൽ ഇടം പിടിക്കുന്ന ഒരു ചരിത്രമാണ്. സംസ്ഥാനത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ ഇടം പിടിക്കുന്ന ചരിത്രമാണ്. അത് ഇന്ത്യയുടെ ചരിത്ര പുസ്തകത്തിൽ ഇടം പിടിക്കുന്ന ഒരു ചരിത്രമാണ്. ഒരു പക്ഷേ എനിക്കറിഞ്ഞുകൂടാ, ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചേക്കാവുന്ന, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, ഇടം പിടിച്ചേക്കാവുന്ന ഒരു ചരിത്രം കൂടിയാണ്. ഇങ്ങനൊരു പദ്ധതി എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ പ്രസക്തിയൊന്നും ഇല്ലെങ്കിലും ഒരാശയം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആശയങ്ങൾ ആശയങ്ങളായി നിന്നാൽ മാത്രം പോരാ, അതിന് പ്രായോഗികമായ ചില രൂപങ്ങളും പ്രാവർത്തികമാക്കാനുള്ള വഴികളും ഉണ്ടാകും. അപ്പോൾ ആശയമായി ഇത് പൊട്ടിമുളക്കുകയും പിന്നീട് അത് പ്രായോഗിക രൂപത്തിലേക്ക് കടന്നു വരികയും ഇന്ന് നമ്മുടെ മുമ്പിൽ കൃത്യമായി മൂർത്തമായി ഇന്ന നിലയിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇന്ന് നാം ഒരു ചരിത്രം എഴുതുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു സ്വപ്ന പദ്ധതിയാണ്, ഒരു പക്ഷേ ഒരു സ്വപ്നമാണ് എന്ന് നമുക്ക് പറയാം. ഈ സ്വപ്നം ആരുടെ സ്വപ്നം എന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും ഒരു ഏകാന്ത പഥികൻ നടത്തുന്ന യാത്രക്കിടയിൽ അദ്ദേഹം കാണുന്ന സ്വപ്നമല്ല. മറിച്ച് ഇത് ഒരുപാട് ആളുകൾ ഓരോ സ്ഥലത്ത് നിന്ന്, ഓരോ ദേശത്ത് നിന്ന്, ഓരോ സന്ദർഭങ്ങളിൽ നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് ഷീ വർക്ക് സ്പേസ് എന്ന ആശയം നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കാണുന്ന രൂപത്തിൽ എത്തുന്നത്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് 2021 കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെമ്പാടും നടത്തിയ ഒരു യാത്രക്കിടയിൽ അദ്ദേഹം ഒരു വലിയ ആശയം മുന്നോട്ടേക്ക് വെച്ചു. അത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാവിലത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഞാൻ കേട്ടു. ആ ആശയം ഇതാണ്: കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ വീടുകളും കൊട്ടിയടക്കപ്പെട്ട, എല്ലാ വാതിലുകളും വാതായനങ്ങളും കൊട്ടിയടക്കപ്പെട്ട നാളുകളിൽ നമുക്ക് സ്വന്തം വീട്ടകം എങ്ങനെയാണ് തൊഴിലിടമായി പരിണമിച്ചത് എന്നത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വർക്ക് അറ്റ് ഹോം എന്നുള്ളിടത്ത് നിന്ന് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു, ഒരുപാട് പേർക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നു, തിരിച്ചു പോകാൻ പറ്റാത്ത വിധത്തിൽ ചില പ്രയാസങ്ങൾ സാമ്പത്തികമായും മറ്റും കമ്പനികളും മറ്റും നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു വല്ലാത്ത സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലത്തിൽ വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന ആശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പൊതുമണ്ഡലത്തിൽ ആദ്യം മുന്നോട്ട് വെച്ചത്. വർക്ക് നിയർ ഹോം എന്നത് എല്ലാ ഇടങ്ങളിലും, എല്ലാ പ്രാദേശിക ഇടങ്ങളിലും ആളുകൾക്ക് വന്നിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇടങ്ങൾ ഉണ്ടാകണമെന്ന വളരെ വിശാലമായ ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ ഒരു ആശയം പല ആളുകളുടെ മനസ്സിൽ പിന്നീട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിലും ചില ചിന്തകൾ സ്വാഭാവികമായും അത് തട്ടി ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുന്നോട്ട് വെച്ച ആ ആശയം മനസ്സിൽ കിടക്കുകയും
അത് പിന്നീട് പലതരത്തിലുള്ള സ്വപ്നങ്ങൾക്ക് സാധ്യതയായി മാറുകയും ചെയ്തപ്പോഴാണ് ഞാൻ സ്കോൾ കേരളയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഇരിക്കുന്ന ആ ഘട്ടത്തിൽ എൻ്റെ സഹപാഠിയും സുഹൃത്തുമായ ഡോക്ടർ രാജേഷ്, ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച രാജേഷുമായി ഞങ്ങൾ ചില ആശയവിനിമയം നടത്തി. അത് പ്രാദേശിക സർക്കാരുകളുടെ പ്രവർത്തനങ്ങളിലെ ഇപ്പോഴത്തെ രീതികൾ, അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് ഇടപെടാനുള്ള സാധ്യതകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വെറുതെ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ, വെറുതെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലാണ് എന്തുകൊണ്ടാണ് വ്യത്യസ്തവും വേറിട്ടതുമായ വഴികൾ പ്രാദേശിക സർക്കാരുകൾക്ക് ആരാഞ്ഞുകൂടാത്തത് എന്നൊരു ചിന്ത ഉണരുന്നത്. ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ്. ആ സമയത്ത് ലൈഫ് ലോങ് എഡ്യൂക്കേഷനാണ് സ്കോൾ കേരള എന്ന് പറയുന്നത്. സ്കോൾ കേരളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ലൈഫ് ലോങ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ലൈഫ് ലോങ് എഡ്യൂക്കേഷന് നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി എന്ന നിലക്ക് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫ് ലോങ് എഡ്യൂക്കേഷനിൽ കേരളത്തിൽ എന്ത് വ്യത്യസ്തതയാണ് കൊണ്ടുവരാൻ സാധിക്കുക എന്ന അന്വേഷണം നടത്തും. ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി യുണൈറ്റഡ് നേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള ചില രേഖകൾ വായിക്കുകയും അതിൽ നിന്നാണ് ഹാക്ക് സ്പേസ് എന്ന ആശയം കിട്ടുന്നത്. ഇതിന് രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വർക്ക് സ്പേസ്, അങ്ങനെ ഒരു വർക്ക് സ്പേസ് നമ്മൾ സ്വപ്നം കാണുക. അപ്പോൾ ഈ സ്വപ്നത്തോടൊപ്പം ചേരാൻ ഒരുപാട് ആളുകളുണ്ടായി. ഏതോ ഒരു യാത്രക്കിടയിൽ ഡോക്ടർ രാജേഷും അജയ് ഘോഷും, ഈ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വീഡിയോ ആയി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അജയ് ഘോഷും തമ്മിൽ കണ്ടുമുട്ടുന്നു. ഈ ആശയം അദ്ദേഹവുമായി സംസാരിക്കുന്നു. അജയ് ഘോഷ് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലക്ക് എന്തുകൊണ്ട് ഇത് എൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൂടാ എന്ന ചിന്ത, അങ്ങനെ ഒരു സ്വപ്നം അദ്ദേഹത്തിനുണ്ടാകുന്നു. അദ്ദേഹം സ്വാഭാവികമായും ആ സ്വപ്നം ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാരവാഹികളുമായി, പ്രത്യേകിച്ച് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്തുമായി സംസാരിക്കുന്നു. അപ്പോൾ സമാനമായ ചിന്തകൾ, സ്വപ്നങ്ങൾ ഉള്ള ആളുകൾ ഒരേ നിരയിൽ വരുന്ന ഒരു സംഗതി ഇവിടെ രൂപപ്പെടുന്നു. ഈ ഒരു രൂപപ്പെടലിൻ്റെ ഭാഗമായി ശ്രീ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ ടീം അംഗങ്ങളെല്ലാം ഇതൊരു നല്ല ആശയമാണ്, ഇത് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിനോടൊപ്പം വീഡിയോ നിൽക്കുന്നു. വീഡിയോയും ഞങ്ങളും പഞ്ചായത്തിൻ്റെ, കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാരവാഹികളുമെല്ലാം യോഗം ചേരുന്നു. ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ആ ഒരു തീരുമാനം ആണ് ഷീ വർക്ക് സ്പേസ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഇത് ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ മനസ്സിൽ നിന്നും ഉയർന്നു വന്ന ആശയം എന്നതിനപ്പുറത്ത് സമാനമായി ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ കേരളത്തിൻ്റെ വ്യത്യസ്തത, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്ന ആളാണ്, രാജേഷ് തിരുവനന്തപുരത്തുള്ള ആളാണ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾ, ഒരേപോലെ ചിന്തിക്കുന്ന സമാന മനസ്കരായ ആളുകൾ ഒരു രേഖയിൽ ഒരുമിച്ച് വന്നപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആശയത്തിന് മൂർത്തമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അത് പ്രായോഗികമാകും. ഇങ്ങനെ പ്രായോഗികമാകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുമ്പിൽ ആദ്യം വരുന്ന ചോദ്യം എന്താണ്? കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പോലെയുള്ള ഒരു പ്രാദേശിക എന്തോ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഇടയ്ക്ക് എന്തോ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. അതെ. ഏതായാലും ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ സ്വപ്നങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കുന്നതിന് ചില ഇടങ്ങൾ നമ്മൾ തേടും. അങ്ങനെ തേടുന്ന ഇടങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഇടമായി ഷീ വർക്ക് സ്പേസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതാണ് ഷീ വർക്ക് സ്പേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചു, 6 നിലകളിൽ ഇത്രയധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും അത് ശരിയാണ്. അത്രയും വലിയ ഒരു കെട്ടിടം തന്നെയാണ് ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അതൊരു കെട്ടിടം എന്നുള്ള നിലക്കല്ല നമ്മൾ കാണുന്നത്. കെട്ടിടമുണ്ട്. ഏത് കെട്ടിടവും കെട്ടിടമായി നിലനിന്നാൽ ആ കെട്ടിടത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ആ കെട്ടിടത്തിനകത്ത് വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഉണ്ടാവുകയും വ്യത്യസ്തങ്ങളായ സംരംഭങ്ങളായി ആ കെട്ടിടങ്ങൾ പരിണമിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഇടം ഒരു വേറിട്ട ഇടമായി മാറുന്നത്. അങ്ങനെ വ്യത്യസ്തവും വേറിട്ടതുമായ ചിന്തയോടുകൂടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള ഈ ദൗത്യത്തിന് ചില സവിശേഷതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, ഷീ വർക്ക് സ്പേസ് എന്നത് ഒരു സ്ത്രീ സൗഹൃദ ഇടമാണ്. നേരത്തെ ആരോ ചോദ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടു. സ്ത്രീ സൗഹൃദ ഇടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
എല്ലാ അർത്ഥത്തിലും സ്ത്രീ സൗഹൃദമായ ഒരു ഇടമായി ഷീ വർക്ക് സ്പേസ് മാറും എന്നുള്ളതാണ്. അത് കേവലം ഷീ എന്നുള്ളിടത്ത് മാത്രമല്ല നമ്മൾ നിൽക്കുന്നത്. സ്ത്രീ സൗഹൃദ ഇടം പുരുഷ സൗഹൃദ ഇടം കൂടിയാണ്. സ്ത്രീ സൗഹൃദ ഇടം ട്രാൻസ്ജെൻഡർ സൗഹൃദ ഇടം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഭേദവുമില്ലാതെ, ജെൻഡർ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻക്ലൂസീവ് സ്പേസ് ആയിട്ടാണ് ഷീ വർക്ക് സ്പേസ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ ഒരു അന്വേഷണം നടത്തിയ കണ്ടുമുട്ടുന്ന ഒരു കാര്യം, പൊതുവിൽ സ്ത്രീകൾ തൊഴിൽ മേഖലയിൽ നിന്ന് പിന്നോട്ടേക്ക് വന്നത് എന്തുകൊണ്ടാണ്? തൊഴിലെടുത്തുകൊണ്ടിരുന്ന ആളുകൾ തന്നെ തൊഴിൽ മേഖലയിൽ നിന്ന് പിന്നോക്കം വരുന്നു. പലതരം സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാണ് അതിന് ഇടയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്കും ആ ഒരു ബോധ്യം ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട സമ്മർദ്ദം 2 തരത്തിലാണ്. ഒന്ന്, കല്യാണം കഴിയുന്നു, കുടുംബമായി മാറുന്നു, കുട്ടികളുണ്ടാകുന്നു. കുട്ടികളുണ്ടായാൽ കുട്ടികളെ നോക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് അവർക്ക് തങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. 2, വീട്ടിൽ വൃദ്ധരായ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ട്, വയോജനങ്ങളുണ്ട്. ഈ വയോജനങ്ങളെ പരിചരിക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തം പൂർണ്ണമായും സ്ത്രീ ഏറ്റെടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലിടങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും. ചില ആളുകൾക്ക് തൊഴിലിലേക്ക് പ്രവേശിക്കുന്നതിനും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ ഷീ വർക്ക് സ്പേസിനെ വിഭാവനം ചെയ്തത്, ഇത് ഒരു സ്ത്രീ സൗഹൃദ ഇടം എന്ന് പറഞ്ഞതുപോലെ ഒരു ജെൻഡർ ജസ്റ്റിസ് ഉറപ്പാക്കുന്ന ഇടം എന്ന് പറയുന്നത് പോലെ വയോജന സൗഹൃദവും കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ളതുമായ ഇടം കൂടിയായി ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ ഇന്ന് നിർവഹിച്ചു പോരുന്നത്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അവരെ പരിചരിക്കുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയും സ്വന്തം മക്കളെ തൊഴിലിടത്തേക്ക് കൊണ്ടുവരാനും അവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഏറ്റവും ശാസ്ത്രീയമായ പരിചരണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗം ഷീ വർക്ക് സ്പേസിനുണ്ട്. അതുകൊണ്ട് ഷീ വർക്ക് സ്പേസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻറ്റ്, അതിൻ്റെ ഒരു സ്പേസ് കുട്ടികളെ പരിചരിക്കുന്നതിന് ഒരു 2 വയസ്സ് തൊട്ട് മുകളിലേക്ക് 6 വയസ്സ് വരെ സ്കൂൾ പ്രായത്തിലെത്താവുന്ന ഇതുവരെയുള്ള കുട്ടികൾക്ക് അവരുടെ പരിചരണം ശാസ്ത്രീയമായി ഉറപ്പുവരുത്താവുന്ന ഒരു ഇടമായി ഈ ഷീ വർക്ക് സ്പേസിൽ നിശ്ചയമായും കുറേയധികം സ്പേസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു സ്പേസ് എന്നുള്ള നിലക്ക് മാത്രമല്ല, അവിടെ വീണ്ടും കുട്ടികളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഇടപെടലുകൾക്കുള്ള മറ്റ് കാര്യങ്ങൾ സ്വാഭാവികമായും അനുബന്ധമായി വരും. മറ്റൊന്ന് വയോജനങ്ങളാണ്. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിനകത്ത് തളച്ചിടപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് അവരെ മുക്തരാക്കുകയും അവരെ കൂടി ഷീ വർക്ക് സ്പേസിലേക്ക് കൊണ്ടുവരികയും ഈ വർക്ക് സ്പേസിൻ്റെ മറ്റൊരു ഭാഗം വയോജനങ്ങൾക്ക് റിക്രിയേഷണൽ ആക്ടിവിറ്റിയിൽ ഇടപെടാവുന്ന ഒരു ഇടമായി മാറുക. അപ്പോൾ ഇവിടെ ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സന്നദ്ധതയോടുകൂടി വരുന്ന ഒരു ആളിനെ സംബന്ധിച്ച്, അത് സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, മറ്റേതെങ്കിലും ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ഈ എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ പശ്ചാത്തലം, കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രഷർ അവർക്കൊരു ഭാരമായി നിലനിൽക്കാത്ത വിധത്തിൽ പരിഗണിക്കാനും പരിചരിക്കാനും ഉള്ള ഇടമായി ഷീ വർക്ക് സ്പേസ് മാറുന്നു. അതുകൊണ്ട് ഷീ വർക്ക് സ്പേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ സൗഹൃദ ഇടമാണ്, പുരുഷ സൗഹൃദ ഇടമാണ്, അത് കുട്ടി സൗഹൃദ ഇടമാണ്, അതോടൊപ്പം വയോജന സൗഹൃദമാണ്, ഭിന്നശേഷി സൗഹൃദമാണ്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും സ്പേസ് എന്നുള്ള നിലക്ക് ഒരു ഇൻക്ലൂസീവ് സ്പേസ് എന്നാണ് നമ്മൾ ഷീ വർക്ക് സ്പേസിനെ കാണുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സെഷൻ 3:30 അവസാനിപ്പിക്കേണ്ടതാണ്. 6 മിനിറ്റ് നീണ്ടുപോയിട്ടുണ്ട്. ഇവിടെ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയരുമെന്ന് എനിക്ക് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സംവദിച്ചു പോകാം. ഏതായാലും ഈ അർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മളൊരു ചരിത്രം എഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞത്, ഈ അർത്ഥത്തിൽ ഇങ്ങനെ ഒരു സങ്കല്പത്തോടു കൂടിയുള്ള കെട്ടിട നിർമ്മാണം, ഇങ്ങനെ ഒരു സങ്കല്പത്തോടു കൂടിയുള്ള ഒരു പ്രാദേശിക സർക്കാരിൻ്റെ ഇടപെടൽ, ആ ഇടപെടലിലൂടെ
പ്രാദേശിക സർക്കാരിൻ്റെ ഇടപെടൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ആ പ്രദേശത്തെ ജനതയുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനം കൂടിയാണ്. അങ്ങനെയെങ്കിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, ആ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകൾ, ആ ഗ്രാമപഞ്ചായത്തുകളിലെ സ്ത്രീകൾക്ക്, അവിടുത്തെ മനുഷ്യർക്ക് എന്ത് ഉപകാരമാണ് ഈ ഷീ വർക്ക് സ്പേസിലൂടെ കിട്ടാൻ പോകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനും ഇവിടെ വളരെ കൃത്യമായ ഉത്തരം നമ്മളിതിൻ്റെ ഇത് വിഭാവനം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. പ്രാദേശികമായി സ്ത്രീകളുടെ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന്, ഇപ്പോൾ നിലവിലുള്ള സംരംഭങ്ങളെ ഉൾക്കൊള്ളുന്നതിന്, അവരുടെ ഉൽപ്പന്നങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്നതിന്, അത് വിപണനം നടത്തുന്നതിന്, അത്തരത്തിൽ എല്ലാം ഉള്ള അവസരം, അവർക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള അവസരം ഇവിടെ ഉണ്ടാകും. നേരത്തെ ഒരു ചോദ്യം കൂടി ഉണ്ടായി, ഇത് കൊടകരക്കാർക്ക് മാത്രം ഉള്ള സ്പേസ് ആണോ? അല്ല, ഇത് ലോകത്തിലുള്ള ഏത് മനുഷ്യനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഓൾ ഓഫ് യു ആർ വെൽക്കം എന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ടി തുറന്നിടപ്പെടുന്ന വാതിലുകളായിരിക്കും ഷീ വർക്ക് സ്പേസിൻ്റേത്. പക്ഷേ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലം എങ്ങനെ ക്രിയേറ്റീവായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താമെന്നുള്ള ആലോചനയാണ് നടക്കുക. അപ്പോൾ നിങ്ങളുടെ ഇന്നോവേറ്റീവായിട്ടുള്ള തോട്ട്സ്, ഏറ്റവും നൂതനമായ ചിന്തകൾ, ആ നൂതനത്വത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. നൂതനമായ ആശയങ്ങളുമായി വരൂ. ആ ആശയങ്ങൾക്ക് ഇവിടെ ഒരു ഇടമുണ്ടാകും. ഇവിടെ ഇടമില്ലെങ്കിൽ മറ്റൊരിടം തേടി നാം നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരാം.